തനു ഒന്നുകൂടെ അവനെ മാറോട് ചേർത്തു. അവൾക്ക് മാറിടം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അവനെ മുലയൂട്ടാൻ അവളുടെ ഉള്ളം തുടിച്ചു. വിശന്നു കരഞ്ഞ് തളർന്ന് കുഞ്ഞൊന്നുകൂടി അവളുടെ മാറോട് ചേർന്നു. ചുരിദാർ ടോപ്പിലെ നനവ് ആയമ്മ കാണാതെ ഇരിക്കാൻ തനു ഷോള് മുന്നിലേക്ക് വലിച്ചിട്ടു. നിന്റെ കയ്യിലെത്തിയപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നല്ലോ മോളെ. ആയമ്മ അവളെ ആശ്വാസത്തോടെ നോക്കി. ഒന്ന് നോക്കണേ, വൈദ്യു ഉപ്പ ഇറങ്ങും, ഞാനിപ്പോൾ വരാം. ആയമ്മ അതും പറഞ്ഞ് പുറത്തേക്ക് പോയതും തനു വാതിൽ മെല്ലെ ചാരി വാതിലിന് വിടവിൽ മറഞ്ഞു നിന്നു. ടോപ്പ് അല്പം താഴ്ത്തി മുലഞ്ഞിട്ടവൻ്റെ വായിലേക്ക് വെച്ചതും അവൻ ആക്രാന്തത്തോടെ വലിച്ചു കുടിച്ചു. ഇടയ്ക്ക് പാല് അവൻ്റെ കുഞ്ഞു വായിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. കുടിച്ചോട്ടോ, വയറ് നിറയെ കുടിച്ചോ, എൻ്റെ പൊന്നുമോ കുടിച്ചോ. അവൾ അവനെ നിർവൃതിയോടെ നെഞ്ചോട് ചേർത്തു. അകത്തേക്കാരോ നടന്നെടുക്കുന്ന ശബ്ദം കേട്ടതും അവൾ അവനിൽ നിന്നും മുലഞ്ഞിട്ട് അടർത്തിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒന്നുകൂടെ അവളിലേക്ക് തള്ളിപ്പിടിച്ചു. ആരോ വാതിൽ പാളികൾ തുറന്നതും തനു വാതിലിനിടയിൽ ചുമരോട് ചേർന്ന് ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അമ്മേ. വൈദ്യു റൂമിലൊന്ന് എത്തി നോക്കിയിട്ട് പുറത്തേക്ക് പോയതും തനു ശ്വാസം വലിച്ചു വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ആയമ്മയെയും കൂട്ടി വരുന്ന ശബ്ദം കേൾക്കായി. തനു വേഗം അവനെ മാറിൽ നിന്നും അടർത്തി മാറ്റി. അവനൊന്ന് ചിണുങ്ങിയപ്പോൾ അവൻ്റെ ദേഹത്ത് പതിയെ തട്ടി. അമ്മയോട് ക്ഷമിക്കണം മുത്തേ. തനു. ആയമ്മ വിളിക്കുന്നത് കേട്ടതും അവൾ പുറത്തേക്കിറങ്ങി. നിന്നെവിടെ നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു വൈദ്യു. മോൻ ഉറങ്ങിയോ? അവർ കുഞ്ഞിന് നേരെ കൈനീട്ടി. അവൻ ഉറങ്ങിപ്പോയി. നിന്നോടവൻ വേഗം ഇണങ്ങിയല്ലോ. വൈദ്യുവിന് കുഞ്ഞിനെ കൈമാറുമ്പോൾ ആയമ്മ പറഞ്ഞു. വൈദ്യു അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. എന്തു പറ്റി? വല്ലാതെ കോലം കെട്ടില്ലോ കൊച്ചേ. ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന കേട്ടല്ലോ. അവളും അവളുടെ അമ്മയും അനിയത്തി കൊച്ചിനെയും കൊണ്ടിങ്ങനെ നടക്കുക. ഓരോരുത്തർക്കും ഓരോ വിധി. ആയമ്മ പരിതപിച്ചു. ശബരി എന്തോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളായി ഒന്നും തിരുത്താൻ പോയില്ല. അമ്മേ, ഞാൻ നാളെ മുതൽ ജോലിക്ക് വരട്ടെ? തനു അവരെ നോക്കി. ഇവിടെ ശബരി ഒരു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടല്ലോ മോളെ, അവളെന്ത് ചെയ്യും? ഇവളൂടെ ഇവിടെ നിന്നോട്ടെ, കുഞ്ഞിനെ നോക്കാനും വിശ്വസിക്കാൻ പറ്റിയ ആളായല്ലോ. വൈദ്യു പറഞ്ഞത് കേട്ടതും തനുവിൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മോള് പോയിട്ട് നാളെ വന്നേക്കും. കുറച്ചു നേരം കൂടി അവൾ അവിടെ എവിടെയായി നിന്നിട്ട് പതിയെ പുറത്തേക്കിറങ്ങി. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വർഗീസേട്ടൻ വണ്ടിയുമായി അവൾക്ക് മുന്നിൽ വന്നു. കയറു മോളെ. തനു തളർച്ചയോടെ വണ്ടിയിൽ കയറി. ഞാൻ മോളെ കാത്തു നിൽക്കുമായിരുന്നു. ശാരദാമ്മ വിളിച്ചു പറഞ്ഞു മോളിങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. തനു അവിടെ നടന്നതെല്ലാം അയാളോട് പറഞ്ഞു. മോൾ എന്ത് ഭാവിച്ച മോളെ? എങ്ങാനോ ശബരി അറിഞ്ഞ എന്തുണ്ടാവുക? അയാൾ ഭീതിയോടെ അവളെ നോക്കി. എനിക്കറിയില്ല വർഗീസേട്ടാ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. മോളൊരു കാര്യം ചെയ്യും. ശബരി സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മോളെ വർഗീസേട്ടൻ വന്ന് കൊണ്ടുപോയിക്കോളെ. ഈ സമയത്ത് ഇങ്ങനെ നടക്കാനൊന്നും പാടില്ല, ശരീരത്തിന് ദോഷങ്ങളുണ്ടാവും. തനു അയാൾക്ക് നേരെ പതിയെ തലയാട്ടി. ദിവസങ്ങൾ ഇതളുകൾ അടരും പോലെ അടർന്നുകൊണ്ടിരുന്നു. ആ വലിയ വീട്ടിൽ ആരും കാണാതെ ഒരു നേരമെങ്കിലും തനു കുഞ്ഞിന് പാല് കൊടുത്തു പോന്നു. അവളുടെ അടുത്ത് അവൻ കരയാതിരിക്കുന്നത് മറ്റുള്ളവർക്കും ആശ്വാസമായി. വൈദ്യു പിന്നെയും സ്റ്റുഡിയോയിൽ പോയി തുടങ്ങി. ശബരിക്ക് മുന്നിൽ പെടാതെ ഇരിക്കാൻ തനു അവനുള്ളപ്പോൾ അടുക്കള ഭാഗത്ത് മാത്രമായി ഒതുങ്ങി. ആഴ്ച 1 കഴിഞ്ഞിരുന്നു. വൈദ്യുവും ശബരിയും പുറത്തു പോയപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് മുകളിലെ മുറിയിൽ കിടക്കുകയായിരുന്നു തനു. ആയമ്മ മുകളിൽ വരില്ലെന്നുറപ്പാണ്. ചരിഞ്ഞു കിടന്ന് അവനെ മുലയൂട്ടുന്നതിനിടയിൽ അവൾ അവനോട് ഓരോ പരിഭവവും പറയുന്നുണ്ട്. പെട്ടെന്നാണ് വാതിൽ തുറക്കപ്പെട്ടത്. മുറിയിൽ എന്തോ എടുക്കാൻ വന്ന ശബരി മുന്നിലെ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. ഡേ! പാഞ്ഞു ചെന്ന് അവളുടെ മുടിക്കുത്തിന് പിടിച്ചവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അവളെ അടിക്കാനായി കൈ ഓങ്ങിയതും അവൾ ആ കയ്യിൽ കയറി പിടിച്ചു. തൊട്ടുപോകരുത് തന്നെ. കുഞ്ഞ് ഞെട്ടി കരയാൻ തുടങ്ങിയിരുന്നു. തനു കുഞ്ഞിനെ വാരിയെടുത്ത് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൻ പിന്നെയും അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നിങ്ങളോട് എന്നെ തുടരുതെന്ന് പറഞ്ഞത്. അവൻ്റെ കൈ കുതറി തെറിപ്പിച്ച് അവൾ അവനെ രൂക്ഷമായി നോക്കി. ആ കണ്ണുകളിലെ അഗ്നി അവനെ ദഹിപ്പിക്കാൻ പാകത്തിനായിരുന്നു. നിങ്ങൾ ഒരു വട്ടം തല്ലിയത് ഞാൻ കൊണ്ടു. ഇനിയും എന്നെ ഉപദ്രവിക്കാൻ വന്ന എല്ലാം ഞാനിവിടെ കിടന്ന് വിളിച്ചു കൂവും. നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വന്നതല്ല ഞാൻ. അവൻ്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വന്നതാ. എന്നെ തടയാനാണ് ഭാവമെങ്കിൽ എനിക്കിനി മിന്നും പിന്നും നോക്കാനില്ല. അതോർത്തോ. സൂപ്പർ സ്റ്റാർ ശബരിനാഥിൻ്റെ വീരസാഹസിക കഥകൾ മീഡിയ കൊട്ടിഘോഷിക്കുന്ന അവസ്ഥ വരുത്തരുത്. അവൻ്റെ നേരെ താക്കീതോടെ കൈ ചൂണ്ടി കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകുന്നവളെ നോക്കി ശബരി സ്തംഭിച്ചു നിന്നു.
അമ്മേ! താഴെ നിന്ന് അവൻ്റെ വിളി കേട്ടതും ആയമ്മ ഓടി വന്നു. എന്താടാ? കുഞ്ഞെന്തിയേ? അവൻ തനുവിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ കണ്ടവർക്ക് എടുത്ത് കളിക്കാനുള്ളതല്ല എൻ്റെ കുഞ്ഞ്, അവൻ ഈർഷ്യയോടെ പറഞ്ഞു. നീ എന്തൊക്കെയാടാ ശബരി ഈ പറയുന്നേ? അവൻ അവളുടെ അടുത്ത് ശാഠ്യമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ആ കൊച്ചവനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നിന്നോടോ എന്നോടോ വൈദുവിനോടോ പോലും ഇല്ല അവന് ഇത്ര അടുപ്പം. അമ്മ പറഞ്ഞത് കേട്ട് എന്തോ പറയാൻ വന്നത് തെല്ലകലെ തനുവിൻ്റെ എരിയുന്ന കണ്ണുകൾ കണ്ടതും അവൻ വിഴുങ്ങി. ഹരിക്ക് മുന്നിലിരിക്കുമ്പോൾ ശബരി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയിലായിരുന്നു. നീ കൂടെ അറിഞ്ഞിട്ടാണോ ഈ കളി? ഹരിയുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയിലേക്ക് അവൻ രൂക്ഷമായി നോക്കി. ഞാൻ അറിഞ്ഞു. അവൻ ചിരിയോടെ കൈമലർത്തി. എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. എവിടുന്ന് കിട്ടിയ അവൾക്ക് ധൈര്യം? ശബരി ഈർഷ്യയോടെ തല ഉടഞ്ഞു. നിന്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിന്ന പൊട്ടിപ്പെണ്ണല്ല അവളിപ്പോൾ. അവളൊരമ്മയാണ്, അത് ഓർമ്മ വേണം. ഒരമ്മയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും ആവില്ല ശബരി. പുരാണങ്ങളിൽ പോലും അതിന് തെളിവില്ലേ? ഹരി മനോഹരമായി പുഞ്ചിരി തൂകി. അവൻ പുറത്തിറങ്ങിയതും ഹരി ഒന്ന് താടി ഒഴിഞ്ഞു. പേടി തോന്നുന്നുണ്ടോ ശബരിനാഥിന്? നീ പേടിക്കും. ആ പെണ്ണിൻ്റെ കണ്ണി കണ്ട ഭയവും നിസ്സഹായതയും നിന്റെ കണ്ണി ഞാൻ കാണും. കാലം കാണിക്കും. അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. കാലം പിന്നെയും മുന്നോട്ടു പോയി. കുഞ്ഞിൻ്റെ നൂലുകെട്ട് അതിഘോഷമായി നടന്നു. എല്ലാത്തിനും അവൾ കാണികളിൽ ഒരാളായി നിന്നു. ഇതിന് എത്ര നാൾ എന്നവൾക്കറിയില്ലായിരുന്നു. നാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾ ഭയന്നു. 45-ാമത്തെ ദിവസം കുഞ്ഞിനെയും കൊണ്ട് പോളിയോ വയ്ക്കാൻ ആയമ്മയും വൈദുവും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി. വൈദു നിർബന്ധിച്ച് തനുവിനെയും കൂടെ കൂട്ടിയിരുന്നു. ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ തനു കുഞ്ഞിനെ വാങ്ങി. OPക്ക് പുറത്തിരിക്കുമ്പോൾ 2 നഴ്സുമാർ വന്ന് അവളോട് പരിചിതഭാവം കാണിക്കുന്നതും കുഞ്ഞിനെ തൊട്ടു നോക്കുന്നതും വൈദു അത്ഭുതത്തോടെ നോക്കി. അവളോടെന്തോ ചോദിക്കാനാഞ്ഞതും ഹരിയുടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആളിൽ വൈദുവിൻ്റെ നോട്ടം തങ്ങി. സതി. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു.